നമസ്കാരം. ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെ അവസ്ഥ ഓരോ ദിവസം കഴിയുന്തോറും ദുരിതമായിക്കൊണ്ടിരിക്കുകയാണ്. അത്രയേറെ ക്രൂരതകളാണ് ഇസ്ലാമിസ്റ്റുകളുടെ ഭാഗത്തു നിന്നും ആ ഒരു ജനവിഭാഗം ഹിന്ദുക്കൾ നേരിടുന്നത്. ഇപ്പോൾ ബംഗ്ലാദേശിൽ നിന്നും വരുന്ന മറ്റൊരു കണക്ക്, അതായത് അവിടെ ഷെയ്ഖ് ഹസീനയെ പുറത്താക്കി ഇടക്കാല സർക്കാർ അധികാരമേറ്റത് അന്നു മുതൽ അവിടെ നടക്കുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അതായത് ജയിലുകൾ തകർത്തുകൊണ്ട് തടവ് പുള്ളികൾ പലരും ഇപ്പോൾ സ്വൈരവിഹാരം നടത്തുന്ന കണക്കുകളാണ് പുറത്തേക്ക് വരുന്നത്. 700ഓളം തടവുകാരാണ് ജയിൽ ചാടിയത്. ഇവർ ഇപ്പോൾ ഒളിവിലാണ് എന്നാണ് ഇടക്കാല സർക്കാർ പറയുന്നത്. 70 കൊടും തീവ്രവാദികളാണ്, അതായത് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആളുകൾ വരെ ജയിലുകൾ തകർത്ത് ബംഗ്ലാദേശിൽ ഇപ്പോൾ സ്വൈരവിഹാരം നടത്തുകയാണ്. ഇവരെ ഉപയോഗിച്ചുകൊണ്ടാണ് അവിടുത്തെ ജമാഅത്ത് ഇസ്ലാമി പോലുള്ള തീവ്ര ഇസ്ലാമിക സംഘടനകൾ ഹിന്ദുക്കൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിടുന്നത് എന്ന കണക്കുകളാണ് വരുന്നത്. 70 കൊടും തീവ്രവാദികൾ, ഇവർ മുസ്ലിം തീവ്രവാദികളാണ്. അതോടൊപ്പം ജയിലിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആളുകൾ, അവരൊക്കെ തന്നെ ഏത് തരത്തിലായിരിക്കും പ്രതികരിക്കുക എന്നത് സാമാന്യ ബുദ്ധിയുള്ള ആളുകൾക്ക് മനസ്സിലാവും. ഇത്തരത്തിലുള്ള ആളുകളുടെ കൈകളിലേക്കാണ് ഇടക്കാല സർക്കാർ ന്യൂനപക്ഷമായ ഈ ഹിന്ദുക്കളെ എറിഞ്ഞു കൊടുത്തിരിക്കുന്നത്. മാത്രമല്ല 2200 തടവുകാരാണ് ആകെ ഇത്തരത്തിൽ തടവ് ചാടിയത്. അതിൽ ബാക്കിയുള്ള, അതായത് 700-ന് പുറത്ത് ബാക്കിയുള്ള ആളുകളെയൊക്കെ തന്നെ അതിൽ പലരെയും വീണ്ടും ജയിലിലേക്ക് ആക്കാൻ അവിടുത്തെ ഭരണസമിതി അല്ലെങ്കിൽ അവിടുത്തെ സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. പക്ഷേ 700ഓളം പേർ ഇപ്പോഴും പുറത്താണുള്ളത്. ഇവരുടെ ഭീഷണി ഇപ്പോഴും നിലനിൽക്കുന്നു. ഇത്തരത്തിലുള്ള ആളുകളാണ് അവിടെ ഹിന്ദുക്കൾക്കെതിരെ ആക്രമണം നടത്തുന്നത്, ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങൾ ആക്രമിക്കുന്നതും കൊള്ളയടിക്കുന്നതും. അത്തരത്തിലുള്ള ആക്രമണങ്ങൾക്ക് ജമാഅത്ത് ഇസ്ലാമി പോലുള്ള സംഘടനകൾ ഇത്തരം ക്രിമിനലുകളെ ഉപയോഗിക്കുന്നു എന്ന വിവരമാണ്, ഞെട്ടിക്കുന്ന വിവരം തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.